പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് കൺഫേം ചെയ്ത സെഗ്മെന്റിനെ സംബന്ധിച്ചും മത്സരങ്ങളെ സംബന്ധിച്ചുമാണ്. സൂപ്പർ താരമായ ജോൺസണയുടെ ജന്മനാട്ടിൽ വെച്ച് നടക്കുന്ന റോ എപ്പിസോഡിൽ ജോൺസനെ റിട്ടേൺ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ജോൺസണയുടെ റിട്ടയർമെന്റ് മാച്ചിലെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ടൂർണമെന്റിലെ ആദ്യ റൗണ്ടിലെ ആദ്യ 2 മത്സരങ്ങൾ അത് ആരൊക്കെ തമ്മിലാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത റോ എപ്പിസോഡിൽ ഡാമിൻ പ്രീസ്റ്റും റൂസേവും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ റൂസേവ് വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് എത്തുമെന്നാണ്. അതുപോലെ തന്നെ ഷെയ്മസ് എന്ന സൂപ്പർ താരവും ഷിൻസ്ക നാക്കമോറ എന്ന ലെജൻഡ് താരവും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഷെയ്മസ് വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻസ്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. WWE വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം കബൂക്കി വാരിയേഴ്സിലെ ആസ്ക, കൈറി സെയിൻ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കബൂക്കി വാരിയേഴ്സും ബെയ്ലി, ലൈറ വാൽക്കീരിയ തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കുന്നതായി കാണാൻ സാധിച്ചു. അതിഗംഭീരമായിട്ടുള്ള ഒരു മാച്ചായിരുന്നു. 2 ടീമിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം, 2 ടീമിനും വിജയിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ടാഗ് ടീം തലത്തിൽ ടാഗ് ടീം മൂവ്സ് കുറേയധികം ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ലൈറ, ബെയ്ലി തുടങ്ങിയവരുടെ ടീം വിജയിക്കുമെന്നുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ബെയ്ലിയെ എന്തുകൊണ്ട് കബൂക്കി വാരിയേഴ്സ് കഴിഞ്ഞ ആഴ്ച മെയിൻ ഇവൻറ്റിൽ ആക്രമിച്ചില്ല എന്നുള്ളൊരു സംശയം ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലൈറ ബെയ്ലിയോട് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ബെയ്ലി പറയുന്നു. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതുപോലെ അവർ പ്രസൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്തരത്തിലൊന്നും അവർ ഈ ഒരു മത്സരത്തിനിടയിൽ കാണിച്ചില്ല. ഇവർ ടീമായി തന്നെയാണ് മത്സരം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. മത്സരത്തിൽ കബൂക്കി വാരിയേഴ്സ് വിജയിച്ചു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഷാർലറ്റ്, അലക്സ ബ്ലിസ് ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഓടി വന്നു. അതൊരു സർപ്രൈസ് ആയിട്ടുള്ള വരവായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കബൂക്കി വാരിയേഴ്സ് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടാണ് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രഡിക്ഷനായി ഞാൻ പറയുകയാണെങ്കിൽ ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവർ ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുക തന്നെ ചെയ്യും. ഈ വുമൻസ് ടാഗ് ടീം ടൈറ്റിലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമായിട്ട് ഇപ്പോൾ ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം മാറുന്ന ഒരു അച്ചീവ്മെൻറ്റ് അടുത്ത റോ എപ്പിസോഡിലൂടെ ഇവർക്ക് സ്വന്തമാക്കാനും സാധിക്കും. മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേറും ജഡ്ജ്മെൻറ്റുടെ ടീമിലെ അംഗമായ റഗൽ റോഡ്രിഗസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നമുക്കിന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചത്. റഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ജഡ്ജ്മെൻറ്റുടെ ടീം നിലവിലെ ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ, ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ല തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു വുമൻസ് ഡിവിഷനെ പ്രസൻറ്റ് ചെയ്തു വന്ന ഈ ഒരു ടാഗ് ടീം മത്സരവും. മത്സരത്തിൽ നിക്കി ബെല്ലയെ പിൻ ചെയ്തിട്ട് റോക്സിനി പെരസ് ജഡ്ജിയുടെ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർന്നുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിന് ഇടയിലൂടെയാണ് റഗൽ റോഡ്രിഗസിന് അടുത്ത ആഴ്ച ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിക്കുന്നു എന്നുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തേക്ക് കൊടുക്കുന്നത്. മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷനായി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെഫനി വെക്കേർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആയി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം ജഡ്ജ്മെൻറ്റുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തു വന്ന JD മെക്ഡോണ, ഫിൻ ബെലർ തുടങ്ങിയ മുൻ ചാമ്പ്യന്മാർക്കെതിരെ ഒരു റീമാച്ച് ക്ലോസിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, ഒരു ഹൈ ലെവൽ പെർഫോമൻസ്, ഹൈ ഫ്ലൈങ് തലത്തിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ 4 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. പ്രൊഡിക്ഷൻസൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്കാണ് പോയത് എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു മുൻപത്തെ ടാഗ് ടീം ടൈറ്റിൽ മത്സരം കണ്ടതുപോലെ തന്നെ ഒരു ആവേശം ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നു. കാരണം ജഡ്ജ്മെൻറ്റുടെ ടീം ഈ ഒരു ടൈറ്റിൽ വീണ്ടെടുക്കുമ്പോൾ ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ ഇൻവോൾവ്മെൻറ്റ് അവരുടെ വിജയത്തിലേക്ക് നയിക്കുമോ എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ ഷെയ്മസിൻ്റെ ഇടപെടൽ അത് ജഡ്ജ്മെൻറ്റുടെ ടീമിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു തടസ്സം നിർത്താൻ വേണ്ടി ഷെയ്മസിന് സാധിച്ചു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം നല്ലൊരു കോംബോയാണ്. അവർ ഫാൻസുമായി നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വർക്ക് എന്തായാലും ടാഗ് ടീം ഡിവിഷന് വലിയൊരു പവർ ആയിരിക്കും. ഇപ്പോൾ ജഡ്ജ്മെൻറ്റുടെ ടീമിൻ്റെ കൈവശം ഈ ഒരു ടാഗ് ടീം ടൈറ്റിൽ ഉണ്ടായപ്പോൾ ടൈറ്റിൽ ഡിഫൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാനേ സാധിച്ചിരുന്നില്ല, സ്റ്റോറി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ ഇപ്പോൾ ഇതാ അവർ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ട്
രണ്ടാമത്തെ ആഴ്ച തന്നെ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി അവർക്ക് ആ ഒരു ടൈറ്റിൽ റണ്ണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ റോ എപ്പിസോഡിലൂടെ അവർ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ കരുതാം. ടാഗ് ടീം ഡിവിഷൻ ഒന്നുകൂടി പവർ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു റോ എപ്പിസോഡും കാണാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ മുന്നിലേക്ക് കയറി വന്നിട്ടുള്ള പുതിയ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷെയ്മസ് എന്ന താരം ആ ടാഗ് ടീം ടൈറ്റിൽ മത്സരത്തിൽ ഡൊമിനിക്ക് ഇടപെട്ടതും ഷെയ്മസിൻ്റെ വെപ്പൺ കട്ടെടുത്ത് വന്നതും ഷെയ്മസ് ഡൊമിനിക്കിനെ ആക്രമിക്കാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോയതും ഷെയ്മസ് ഇനി ആ ടൈറ്റിലിന് വേണ്ടി ചലഞ്ച് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതിനെ സംബന്ധിച്ച്. മറ്റൊന്ന് സൂപ്പർ താരമായ ഹോൾ ഓഫ് ഫെയിമർ റെയ് മിസ്റ്റീരിയോയുടെ തിരിച്ചുവരവാണ്. ഡൊമിനിക് മിസ്റ്റീരിയോയുടെ അച്ഛനും ലൂച്ചാഡോർസിലെ കിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന റെയ് മിസ്റ്റീരിയോയുടെ തിരിച്ചുവരവ്. റെയ് മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോയെ 619 കൊടുത്ത് ആക്രമിച്ച് ഡൊമിനിക്കിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വെല്ലുവിളിയും ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിടയിലെ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അത് മിക്കവാറും ഒരു സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിട്ട് അവർ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഷെയ്മസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഷെയ്മസിനെതിരെ ഒരു റോ എപ്പിസോഡിൽ ഈ ഒരു IC ടൈറ്റിൽ ഡൊമിനിക്ക് ഡിഫെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പുതിയ ചലഞ്ചേഴ്സാണ് ഡൊമിനിക്കിൻ്റെ മുന്നിലേക്കുള്ളത്. ടൈറ്റിൽ ചേഞ്ച് നടക്കുമെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ അത്തരത്തിലെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനും സാധ്യമാകും. നാലാമത്തെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളായിട്ടും ഇന്നത്തെ റോ എപ്പിസോഡും കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് വുമൻസ് ഡിവിഷന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നല്ല മത്സരങ്ങളും നല്ല TV ടൈമും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടാഗ് ടീം മത്സരമൊക്കെ വെച്ച് കൂടുതൽ താരങ്ങൾക്ക് TV ടൈമും TVയിൽ അവർ കൂടുതൽ ഒരു സ്ക്രീൻ ടൈമും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനും അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയം ലഭിക്കുന്നു. ടാഗ് ടീം മത്സരങ്ങൾ കൊടുക്കുമ്പോൾ 4-5 പേരെ ഒരേ സമയം അവർക്ക് ആ TVയിൽ കാണിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നതിൻ്റെ ഒപ്പം ഇവർ നല്ല രീതിയിൽ ആരാധകരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കാണാൻ സാധിച്ച 2 ടാഗ് ടീം മത്സരവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഈ 8 റെസ്ലേഴ്സും കാഴ്ചവെച്ച ഒരു മത്സരമായിരുന്നു. അപ്പോൾ ഈ 8 പേരിലും വിജയ സാധ്യത കൊടുക്കുന്ന രീതിയിൽ നല്ല നല്ല മൂവ്സ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തു. അതിലൂടെ മത്സരം ഇൻട്രസ്റ്റ് ആക്കാനും റോ എപ്പിസോഡ് കാണാനുള്ള ഒരു ആവേശം വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് കട്ട് ചെയ്ത ഒരു പ്രൊമോ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോ ആയിരുന്നു. മെക്സിനി ഡുപ്രിക്ക് വലിയൊരു വെല്ലുവിളി ഉന്നയിച്ചുകൊണ്ട് ബെക്കി അവിടം വിട്ട് പോകുന്നത് മെക്സിനി ഡുപ്രി ബെക്കിയെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണെന്ന് ബെക്കി തുറന്നു പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ബെക്കി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് കബൂക്കി വാരിയേഴ്സ് ബെക്കിയുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു മൊമെൻറ്റ് അതൊക്കെ കാണുമ്പോൾ തന്നെ വുമൻസ് ഡിവിഷന് റോയിൽ അവർ കൃത്യമായി പ്രയോറിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ട്രിപ്പിൾ എച്ച് ഈ ഒരു ബുക്കിംഗ് ഹെഡായതിനു ശേഷം, ക്രിയേറ്റീവ് ഹെഡായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഒരു ലാഭം ലഭിച്ചിട്ടുള്ളത് വുമൻസ് ഡിവിഷൻ്റെ സ്റ്റോറി ലൈനുകൾ കാണുന്നത് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് എന്തുകൊണ്ടാണ് ലോഗൻ പോള് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് CM പങ്കിനെ ആക്രമിച്ചുകൊണ്ട് ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ ചേർന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ആദ്യം റോ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് റിംഗിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ എതിരാളികളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നേരിടാൻ താല്പര്യമുള്ള എതിരാളികളെ സംബന്ധിച്ചും സംസാരിക്കുന്നു. ആർക്കെതിരെ വേണമെങ്കിലും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് ലോഗൻ പോൾ വരുന്നു. ചാമ്പ്യൻഷിപ്പ് അവസരം വേണമെന്ന് പറയുന്നു. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് പോൾ ഹേമൻ, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർ വരുന്നു. ഇവർ CM പങ്ക്, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ഒരു ഫൈറ്റ് നടത്തും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ലോഗൻ പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ബ്രോൺ ബ്രേക്കർ ലോഗൻ പോളിനെ പിടിച്ച് തള്ളുന്നുണ്ട്. പക്ഷേ അത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ലോഗൻ പോൾ പോകുന്ന സമയത്ത് ഇവർ CM പങ്കിനെ ആക്രമിക്കുന്നു. CM പങ്കിനെ സഹായിക്കാൻ വേണ്ടി ലോഗൻ പോൾ വരുന്നുണ്ട്. പക്ഷേ ലോഗൻ പോളിനെ ഇവർ സുനാമി എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചൊക്കെ ആക്രമിക്കുന്നുണ്ട്. CM പങ്ക് സ്റ്റീൽ ചെയർ ആയിട്ട് വന്നിട്ട് ലോഗൻ പോളിനെ ചെറിയ രീതിയിൽ അവിടെ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ CM പങ്കും ജെ ഊസോയും ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ മെയിൻ ഇവന്റിലേക്ക് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ CM പങ്കും ജെ ഊസോയും ടീം ആയിക്കൊണ്ട് ഒരു ടാഗ് ടീം മത്സരം കളിക്കുന്നു. ഒരു ആവറേജ് തലത്തിൽ മാത്രം ഫീൽ ചെയ്ത ഒരു ടാഗ് ടീം മത്സരമാണ്. മത്സരത്തിൻ്റെ ക്വാളിറ്റിയേക്കാൾ സ്റ്റോറി ലൈനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതൊരു ഡബിൾ കൗണ്ട് ഔട്ട് ആയിട്ട് അവസാനിക്കുന്നു. ഒരു ടീമിനും വിജയം ലഭിക്കുന്നില്ല. മത്സരശേഷം ഈ ഒരു ഫൈറ്റ് മുന്നോട്ടേക്ക് പോകുന്നു. ഈ ഒരു ഫൈറ്റിൽ അവസാനം ആധിപത്യം കിട്ടുന്നത് ദ വിഷൻ എന്ന് പറയുന്ന ടീമിനാണ്. അവർ ജെ ഊസോയെയും CM പങ്കിനെയും ആക്രമിക്കുന്നു. അവിടെ CM പങ്കിനെ സഹായിക്കാൻ വേണ്ടി ലോഗൻ പോൾ വന്ന് നിൽക്കുന്നു. ബ്രാസ് നെക്ലസ് അദ്ദേഹം കയ്യിൽ ധരിക്കുന്നു. എന്നിട്ട് വിഷനെ ആക്രമിക്കുന്ന പോലെ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വെച്ച് പിന്നീട് CM പങ്കിനെ ആക്രമിക്കുന്നു. അത് ലോഗൻ പോളിൻ്റെ ആ ഒരു വരവ് കണ്ടപ്പോൾ തന്നെ ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂവായിരുന്നു. പക്ഷേ ആദ്യ സെഗ്മെൻറ്റിൽ ദ വിഷൻ എന്ന് പറയുന്ന ടീം ലോഗൻ പോളിനെ ആക്രമിച്ചത് അത് ഈ ഒരു സെഗ്മെൻറ്റ് കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റി. എന്നിട്ട് ആ ബ്രാസ് നെക്ലസ് ഊരി അത് നേരെ പോൾ ഹേമൻ്റെ കയ്യിലേക്ക് വെക്കുന്നു. ദ വിഷൻ്റെ കൂടെ നിൽക്കുന്ന പോലെ ലോഗൻ പോളിൻ്റെ ഒരു ക്ലോസിംഗ് ഷോട്ടും കാണിച്ച് റോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക്
നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിലേക്കുള്ള ബിൽഡപ്പാണ്. സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ ഒരു മെമ്പറായിട്ടല്ല, പക്ഷേ ആ സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ ദ വിഷൻ ലീഡ് ചെയ്യുന്ന ടീമിലെ ഒരു അംഗമായിട്ട്, ടീമിലെ ഒരു മെമ്പറായിട്ട് ഈ ലോഗൻ പോളിനെ അവർ ആഡ് ചെയ്തതാണ്. അല്ലാതെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ ഒഫീഷ്യൽ മെമ്പറായിട്ട് ലോഗൻ പോൾ വരില്ല. ആ ഒരു പ്രശ്നം അവർക്കിടയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലെ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ലോഗൻ പോളിനെ അവിടെ ആക്രമിക്കുന്ന പോലെ കാണിച്ചത്. അപ്പോൾ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ പോൾ ഹേമൻ ഒരു മിഡിൽ മെൻ ആയിട്ട് നിന്നത് ഇവർക്കിടയിൽ ഒരു പ്രശ്നമില്ലാത്ത പോലെ കൊണ്ടുപോയിട്ട് അവരെ സർവൈവർ സീരീസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ പൂർണ്ണ മെമ്പറായിട്ട് ലോഗൻ പോളിനെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രഖ്യാപനം അവർ നടത്തില്ല. ലോഗൻ പോൾ സർവൈവർ സീരീസ് വാർ ഗെയിംസ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റോറി ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നമുക്ക് കാണാനും സാധിക്കുക. റോ എപ്പിസോഡ് കിടിലമായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.